ആഭ്യന്തര പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആകാംക്ഷയിലാണ് വോട്ടർമാർ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഹണി റോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതയായ ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന റേച്ചൽ എന്ന ചിത്രത്തിന്റെ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തിറങ്ങി. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ഇഷാൻ ചബ്രയാണ്. സിതാര കൃഷ്ണകുമാർ, അഹി അജയൻ, അനില രാജീവ് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ബാബുരാജ്, റോഷൻ ബഷീർ, ചന്തു സലീം കുമാർ, രാധിക രാധാകൃഷ്ണൻ, ജാഫർ ഇടുക്കി, വിനീത് തട്ടിൽ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. ചിത്രം ഡിസംബർ 12-ന് തിയേറ്ററുകളിലെത്തും. കട്ടപ്പനയിലെ ഋതിക് റോഷന് ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണനെ നായകനാക്കി നാദിർ ഷാ സംവിധാനം ചെയ്യുന്ന മാജിക് മഷ്റൂംസ് ജനുവരി 16-ന് തിയേറ്ററുകളിലെത്തും. രസകരമായ ഫൺ ഫാമിലി ഫീൽഡ് ഗുഡ് എന്റർടൈനറായ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അക്ഷയ ഉദയകുമാറാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിക്കുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ആകാശ് ദേവയാണ്. ഭാവന റിലീസാണ് ഡിസ്ട്രിബ്യൂഷൻ. സിനിമയുടെ 3D കാരിക്കേച്ചർ മോഡലിലുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ശങ്കർ മഹാദേവൻ, KS ചിത്ര, ശ്രേയ ഘോഷാൽ, വിനീത് ശ്രീനിവാസൻ തുടങ്ങി നിരവധി ശ്രദ്ധേയരാണ് ചിത്രത്തിൽ ഗാനങ്ങൾ ആലപിക്കുന്നത്. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ K ജോസ് സംവിധാനം നിർവഹിച്ച കളങ്കാവിലെ പുത്തൻ ഗാനം പുറത്ത്. റെഡ് ബാക്ക് എന്ന ടൈറ്റിലോടെ പുറത്തു വന്നിരിക്കുന്ന ഗാനം രചിച്ച് ഈണം പകർന്നത് ചിത്രത്തിന്റെ സംവിധായകനായ ജിതിൻ K ജോസ് തന്നെയാണ്. അദ്യാൻ സയ്യിദാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥാപശ്ചാത്തലത്തിന്റെ ഭാഗമായ നിഗൂഢതയും രഹസ്യങ്ങളും പ്രേക്ഷകരിലേക്ക് പകരുന്ന രീതിയിലാണ് ഇംഗ്ലീഷിലുള്ള ഗാനം ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 5-നാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫ്രർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. വാസുദേവ്, ആതിര പട്ടേൽ, ദേവനന്ദ, ജിബിൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി രാജേഷ് അമ്മനഗര സംവിധാനം ചെയ്യുന്ന കല്യാണമരം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. പാലാ, തൊടുപുഴ, മുളന്തുരുത്തി തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ചിത്രീകരണം. പ്രശാന്ത് മുരളി, മനോജ് KU, പ്രബിൻ ബാലൻ, നസീർ കൂത്തുപറമ്പ്, അമൽ രാജ് ദേവ്, ഓമനയമ്മ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തിരികെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്.